ഇപ്പോഴത്തെ ഒരു ജെൻസി കിഡിനെ പറ്റി എന്താ പറയുക? ജെൻസി എന്ന് പറയുമ്പോൾ കൊലപാതകമൊക്കെയാണ് കേൾക്കുന്നത്. ഓരോ വീഡിയോ കാണുന്നില്ല, ഓരോരുത്തന്മാരെ സ്കൂളിൽ പഠിക്കുന്ന വേമാരിട്ട് അടിക്കുന്നു ഇടിക്കുന്നു. പിന്നെ ഈ ഇടയ്ക്ക് കോഴിക്കോട് അല്ല കാസർഗോഡാണോ മലപ്പുറമാണോ ഒരു പെൺകുട്ടീനെ 10ൽ പഠിക്കുന്ന പെൺകുട്ടി 9ാം ക്ലാസ് 10ൽ പഠിക്കുന്ന ഒരു പയ്യൻ കയറി ബലാത്സംഗം ചെയ്ത് അവനെ കൊണ്ടുപോകുന്നു. അപ്പൊ അത്രയും ക്രൂരമായ കാര്യങ്ങളാണ് എല്ലാ ജെൻസി പിള്ളേരും തന്നെ. ഇപ്പൊ എന്റെ നെഞ്ചത്ത് കയറും. ഞാനൊരു മെജോറിറ്റി ഞാനിപ്പോ നമ്മൾ പണ്ട് വലിയ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ചെയ്യുന്നത്. അപ്പൊ അത്തരം ന്യൂസ് ഒക്കെ ഓൾറെഡി അരവിന്ദ് സ്റ്റോറിയും കാര്യങ്ങളും ഇടാറുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഇപ്പൊ എന്താ പറയുക കേൾക്കാം. ജെൻസി പിള്ളേർ എല്ലാവരും തലവറിച്ച് കിടക്കുന്ന പിള്ളേരല്ല. ഈ കൊച്ചു പിള്ളേരെ തന്നെ സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പ് ബിസിനസ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. പെൺപിള്ളേരാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ജോലികൾ ചെയ്യുന്നത്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇപ്പം നമ്മൾ ചിലടത്ത് പോയി കഴിഞ്ഞാൽ തന്നെ അമ്മേനെ സഹായിക്കുന്ന പെൺമക്കളെ കാണാം കടകളിലൊക്കെ നിന്ന്. അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. പക്ഷേ ഈ ഒരു പരിധി വരെ പിള്ളേരൊക്കെ തെറ്റിപ്പോകുന്നത് വീട്ടിലൊരു ഇതുകൊണ്ട് തന്നെയാണ്. അപ്പം അത് ആ പിള്ളേരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. കാരണം ഇപ്പോഴത്തെ കാലം ഇനി അപ്ഡേറ്റ് ആണ്. ഇനി പോകെ ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരും. പിന്നെ പല സംഭവങ്ങളും നോർമലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഇതൊരു സീനില്ല, ഇങ്ങനെ നടന്ന അങ്ങനെ നടന്ന അത് പ്രശ്നമല്ലെന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കേട്ട് വളരുന്ന ഒരു തലമുറ അങ്ങനെ തന്നെ ആവും. അതായത് മാതൃകാപരമായ ശിക്ഷയൊന്നും ഇപ്പൊ ഇവിടെ ആർക്കൂടെ കിട്ടുന്നില്ല. അപ്പൊ പേടിയില്ല പിള്ളേർക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ. അല്ല എല്ലാ ജെൻസി പിള്ളേരും മോശമൊന്നും അല്ല. ഇപ്പൊ ഇതിനകത്ത് തന്നെ പിള്ളേരിലല്ല അത്യാവശ്യം ജെന്യൂൻ ആയിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് വെക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ അവര് അങ്ങനെയും കുറെ ആൾക്കാരുണ്ട് ഇതിനകത്ത്.